കുണ്ടലിനി എന്നത് ഏതൊരു വ്യക്തിയിലുമുള്ള ജീവശക്തിയാണ്. അതായത് മനുഷ്യ ശരീരത്തിലെ നട്ടെല്ലിന്റെ അടിഭാഗത്ത് മൂലാധാരത്തിൽ സ്ഥിതി ചെയ്യുന്നതായി വിശ്വസിക്കപ്പെടുന്ന ഊർജമാണ് കുണ്ടലിനി. നമ്മുടെ ശരീരത്തിൽ ഇത്തരത്തിൽ നിൽക്കുന്ന കുണ്ടലിനി ശക്തിയെ ഉണർത്തുവാനായി സനാതന ധർമ്മപ്രകാരം വിവിധ രീതികൾ ഉപയോഗിച്ചു വരുന്നു. ഈ ശക്തിയെ ഉണർത്തുവാൻ തക്കവണ്ണം ശരീരത്തെ പാകപ്പെടുത്തുവാൻ യോഗയുടെ പല സമ്പ്രദായങ്ങളായ ധ്യാനം, പ്രാണായാമം, ആസനം, മന്ത്രങ്ങൾ എന്നിവ ഉപയോഗിച്ചു വരുന്നു. മൂലാധാരത്തിൽ ഊർജം മുകളിലേക്ക് ഉയർന്ന് 7ാം ചക്രമായ സഹസ്രാരത്തിൽ എത്തുമ്പോൾ ഋഷിവര്യന്മാർ കൈവരിച്ച ജ്ഞാനോദയത്തിൽ നമ്മൾ എത്തിച്ചേരുന്നു. യോഗസൂത്രത്തിലായാലും ആയുർവേദത്തിലായാലും നമ്മുടെ ശരീരത്തിലൂടെ സഞ്ചരിക്കുന്ന എനർജികൾ 3 തരത്തിലുള്ള ചാനലുകൾ വഴി പ്രവഹിക്കുന്നു. ഇട, പിംഗള, സുഷുമ്ന എന്നീ 3 നാഡികളിൽ കൂടിയാണ് ശരീരത്തിലെ ശക്തികൾ സഞ്ചരിക്കുന്നത്. സുഷുമ്ന നട്ടെല്ലിന്റെ ഉള്ളിൽ സ്ഥിതി ചെയ്യുന്നു. സുഷുമ്ന നാഡി മൂലാധാരം മുതൽ മസ്തിഷ്കം വരെ 2 നാഡികളുടെയും മധ്യഭാഗത്തുകൂടി നീണ്ടുകിടക്കുന്നു. അതായത് ഇട ഇടതുഭാഗത്തും പിംഗള വലതുഭാഗത്തുമായി നിലകൊള്ളുന്നു. ഇവയാണ് ആ 7 ചക്രങ്ങൾ. മൂലാധാര ചക്രം, സ്വാധിഷ്ഠാന ചക്രം, മണിപൂരക ചക്രം, ഹൃദയ ചക്രം, വിശുദ്ധി ചക്രം, ആജ്ഞാചക്രം, 7ാമത്തെ ചക്രമായ സഹസ്രാര ചക്രം. കുണ്ടലിനി യോഗ അതിൻ്റെ സാരാംശത്തിൽ യോഗയുടെ ഏറ്റവും അപകടകരമായ രൂപമാണ്. അപകടകരമാണെന്ന് പറയാൻ കാരണം ഇത് അതിശക്തമായ ഒരു യോഗാ സാധനയാണ്. ഏറ്റവും ശക്തമായത് അനുചിതമായി കൈകാര്യം ചെയ്താൽ എല്ലായ്പ്പോഴും ഏറ്റവും അപകടകരമാണ്. മാനസിക ശാരീരിക തയ്യാറെടുപ്പുകളോ വിദഗ്ധ മാർഗനിർദ്ദേശങ്ങളോ ഇല്ലാതെ കുണ്ടലിനി ഉണർത്താൻ ശ്രമിക്കുന്നത് തികച്ചും ആപത്കരമാണ്. ആത്മീയ പുരോഗതിയെ എന്നേക്കുമായി നിലച്ചുപോയേക്കാം.